പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണമെന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ മുതൽ കുറച്ച് സമയമായിട്ടും കുറച്ച് മണിക്കൂറായിട്ടും ഒക്കെ എനിക്ക് ഒരുപാട് പേര് അയച്ചു തരുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന സിബി ചിരിക്കുടുക്കയുടെ ഒരു പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്. റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞിട്ട് രേണു സുധിയെ മെൻഷൻ ചെയ്ത് ഇവൻ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് എനിക്കുണ്ട് പേഴ്സണലി, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ രേണു സുധിയുടെ കണ്ടന്റ് നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ പറയും കാശിന് വേണ്ടിയിട്ടാണ്, നിനക്ക് നാണമില്ലാടാ വീണ്ടും വരാൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയും. ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിലപാടുകളും എൻ്റെ കണ്ടെത്തലുകളും പറയാനാണ്. ഒരാളെ കാലാകാലം ഇരുന്ന് കുറ്റം പറയാൻ ഞാൻ ആർക്കും ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ല. ശരി കണ്ടാൽ ശരിയെന്ന് പറയും, തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു സമയത്ത് ആദ്യം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എനിക്ക് കാണിക്കുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോട്ട് കൊടുക്കുന്ന മെസ്സേജിൽ എനിക്ക് വിയോജിപ്പ് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു, ഞാൻ വീഡിയോസ് ചെയ്തു. അതുപോലെ തന്നെ ചില കണ്ടെത്തലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പലതും എക്സ്പോസ് ചെയ്ത് പല രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഇന്ന് അവർക്കൊരു അസുഖം വരുമ്പോൾ കൈകൊട്ടിയിരുന്ന് ചിരിക്കാൻ ഞാൻ തന്തയ്ക്ക് ഉറക്കാത്തവനൊന്നും അല്ല, മനസ്സിലായോ? കൈകൊട്ടിയിരുന്ന് ചിരിച്ച് ആസ്വദിക്കാനും സന്തോഷിക്കാനുമായിട്ട് മനുഷ്യപ്പറ്റില്ലാത്തൊരു വ്യക്തിയല്ല ഞാൻ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ പറയും വീണ്ടും നിനക്ക് നാണമില്ലടാ കണ്ടന്റുമായിട്ട് വരാൻ. നാണമില്ല, ഞാൻ എന്തിനു നാണിക്കണം? എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാനും എൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാനുമാണ് ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിട്ടുള്ളത്. ഇപ്പൊ കുറേ എണ്ണം വന്ന് ഇപ്പൊ കമന്റ് ഇടും, നാണമില്ലടാ വീണ്ടും എടുത്ത് വിൽക്കാൻ. വിൽക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഡെയിലി 3-4 ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടന്റ് തന്നെയാണ്. ഓക്കെ, ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തന്നെയാണ് എല്ലാ വീഡിയോസിലും പറയുന്നത്. എക്സ്പോസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ എക്സ്പോസും ചെയ്യും. ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ കമന്റ് ഇട്ട് താഴെ അങ്ങോട്ട് തെറി വിളിക്കും. ഇവിടെ ഇപ്പോൾ രേണുവിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവളെ വലിച്ചീറി ഒട്ടിക്കാനോ അവളെ വലിച്ചീറി മറ്റേ പൊതുസമൂഹത്തിൽ ഇടാനോ എനിക്കൊരിക്കലും പറ്റത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. അത് രേണുവെന്നല്ല, ആരായാലും എൻ്റെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരരുതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നലെ ഒരുപാട് ആൾക്കാർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട, ചെയ്യണില്ല, വേണ്ട, വിട്ടുകൾ. അപ്പോൾ ചിലവരൊക്കെ എന്നോട് പറഞ്ഞു, അതുലെ അങ്ങനെയല്ല, നീ നിന്റെ ശരിയും തെറ്റുകളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം നീ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഇത് കാര്യമായിട്ട് നീ സംസാരിക്കണം, നീ 2 മറുപടി കൊടുക്കണം എന്ന് തന്നെയാണ് ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇങ്ങനത്തെ ചെയ്യാൻ താല്പര്യമില്ല, രേണുവിൻ്റെ കണ്ടന്റ് ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത് തന്നെയാണ്. വേണ്ട, ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെയാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഇല്ല, അപ്പോഴവരും പറയുന്നു ഇല്ലടാ അതുലെ നീ ചെയ്യണം, നിന്റെ അഭിപ്രായം പറയണം. കാരണം ഇത് വലിയ ഒരു വിപത്ത് പോലത്തെ ഒരു പോസ്റ്റാണ്. കാരണം ഒരു അസുഖം വന്നിരിക്കുന്ന സമയത്ത് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞിട്ട് അയാളെ മരണപ്പെടുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടോ അല്ലെങ്കിൽ മരണപ്പെടണം എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് തന്തയില്ലായ്മ തന്നെന്നാണ് പറഞ്ഞത്. ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞു അതിലെ നീ റിയാക്ട് ചെയ്യണം. ഞാൻ റിയാക്ട് ചെയ്യാൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ചത്. ഓക്കെ, ഞാനപ്പോൾ ഈ പോസ്റ്റ് ഒന്ന് കൊടുക്കാം. റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സിബി ചിരിക്കുടുക്ക ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തികച്ചും തെറ്റ് തന്നെയാണ്, ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ്. ആത്മാവിന് നിത്യ ശാന്തി നേരുന്നു. റീച്ചിനും ലൈക്കിനും വേണ്ടി മനുഷ്യരുടെ ജീവിതം കൊണ്ട് കളിയാക്കരുത്, മനുഷ്യത്വം കാണിക്കൂ, കരുണ പുലർത്തു. ഉള്ള കാര്യമാണ് പറയുന്നത്, ഉള്ള കാര്യമാണ്, കറക്റ്റാ. അതായത് റെസ്റ്റ് ഇൻ പീസ് അത് സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഒരിക്കലും അത് ഇടാൻ പാടില്ല. എനിക്ക് 10 തെറി വിളിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഞാൻ തെറി വിളിച്ചത് ചെയ്യുന്നതിനേക്കാളും പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഒരു വ്യക്തി ഒരു അസുഖം വരുന്നത് നമ്മുടെ എന്നും ആരുടെയും കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാണ്. ഓക്കെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാം. ഈ നിമിഷമോ അടുത്ത നിമിഷമോ എനിക്കോ നിങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കാൻ, ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് കുഴഞ്ഞു വീഴുന്ന തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഇവിടെ കിടന്ന് കുന്തളിപ്പുകൾ കാണിക്കരുതെന്ന്. ഇപ്പോൾ രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വന്നു, എത്രയും പെട്ടെന്ന് ഭേദമായി തിരിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, അവൾ നശിച്ചു പോട്ടെ, അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിക്കാൻ കൂടി പാടില്ല. എനിക്ക് നല്ല ഒരു വിഷമമുണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ. കാരണം ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വിമർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ആ സമയത്ത് എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇപ്പം എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, നീ ഒരുപാട് പറഞ്ഞില്ലേടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അന്ന് രേണുവിന് സപ്പോർട്ടായിട്ട് നിന്നവരൊക്കെ ഇപ്പം എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. എനിക്കതൊന്നും വിഷയമേ അല്ല. കാരണം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്, എൻ്റെ ഒപ്പീനിയൻസ് ആണ് ഞാൻ കണ്ടന്റായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്തത് തെറ്റായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇപ്പൊ രേണുവിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതെടുത്ത് വെച്ച് ഞാൻ വലിച്ചു കീറിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾക്ക് വാദിക്കാമായിരുന്നു. പക്ഷെ ഒരിക്കലും അല്ല. അവർക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് ഇങ്ങനെ ഇവളുടെ കണ്ടന്റ്സ് ചെയ്യുന്നതിന്. ഓക്കെ, അപ്പം നമുക്ക് ഈ സിബി ചിരിക്കുടുക്കയുടെ കാര്യത്തിലോട്ട് കടക്കാം.
എടാ നാറി, നിനക്ക് നാണമില്ലേ? എടാ നാളെ നിനക്കോ നിന്റെ വീട്ടുകാർക്കോ ഒക്കെ ഇതുപോലെയൊക്കെ വരാം. ചിലപ്പോൾ എനിക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും വരാം. അസുഖമാണ് ഇത്. ഈ അസുഖം എന്നല്ല, എന്ത് അസുഖം വന്ന് അല്ലെങ്കിൽ പോട്ടെ, അടുത്ത ദിവസം നമ്മൾ ചിലപ്പം അടുത്ത സെക്കൻഡിൽ കുഴഞ്ഞു വീഴുന്നാലും തീരുന്നതെന്ന് വരും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇമാർ തന്തയില്ലായ്മ വിളിച്ച് പറയരുത്, വളരെ മോശമാണ്. ഇതിനൊരു എക്സ്പ്ലനേഷൻ രേണു ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ ആ സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി പാവം തോന്നി. ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് പറയാനുള്ളത്, അപ്പം നിങ്ങൾ ചോദിക്കും രേണുവിനെ നീ ഇപ്പം സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയെന്ന്. എടാ അവൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന്? ഇപ്പം ഞാൻ അവളുടെ കണ്ടൻസിനെയോ അവൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയൊക്കെ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഇപ്പോഴും വിമർശിക്കുന്നത്. അതിൽ ഉറച്ച് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അവൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ വലിച്ചീറി ഒട്ടിക്കാൻ മാത്രം പോങ്ങനല്ല ഞാൻ. പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, എവിടെയൊക്കെ ഞാൻ കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കിച്ചു നോക്കി വരുന്നില്ല, നോക്കി പോകുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. കിച്ചുവിന് എന്താണെന്ന് വെച്ചാൽ കിച്ചു ചെയ്യട്ടെ, അത് അവൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, അത് നമ്മൾ അവരുടെ കുടുംബകാര്യത്തിലോട്ട് ഇനി കയറുന്നില്ല. ഓക്കെ, കിച്ചുവിന് തോന്നുകയാണെങ്കിൽ കിച്ചു പോട്ടെ, അതെന്താണെന്ന് വെച്ചാൽ കിച്ചു ചെയ്യട്ടെ. അവൻ്റെ അടുത്ത് അവൻ്റെ മനസ്സിന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് അവൻ ചെയ്യട്ടെ. ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഈ രേണുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ഞാനിങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ചു, എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തതെന്ന് പറയാൻ ചിന്തിച്ചു. അറിയത്തില്ല എത്രയും പെട്ടെന്ന് ഭേദമായി തിരിച്ചു വരട്ടെ. എന്തായാലും ഇന്നലെ ഈ സിബി ചിരിക്കുടുക്ക ഈ ഒരു റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്ന സാധനം ഇട്ടതിന് ശേഷം രേണു ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊന്ന് കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണമെന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം എൻ്റെ ബെഡ്റൂമിലാണ് ഞാൻ. കൈക്ക് വയ്യ, എന്നാലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഇച്ചിരി വേദന ഉണ്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഒരുപാട് പേര് എൻ്റെ അസുഖം അറിഞ്ഞ് ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണമെന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവർ അവർ എനിക്ക് ഒന്ന് കരിഷ്മനെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുക. എൻ്റെ കരിഷ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മാനേജറാണ്. അവളെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും. നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എൻ്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരീഷ്മ വഴി കോണ്ടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിൻ്റെ കാര്യമോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങളങ്ങനെ എവിടെയെങ്കിലും എന്നെപ്പറ്റി പിരിക്കുന്നത് കണ്ടാൽ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് എൻ്റെ ഉത്തരവാദിത്വം അല്ല. ഞാൻ ഒരിക്കലും ഒരു പിരിവ് ആവശ്യപ്പെടുന്നൊരു വ്യക്തിയല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എന്നെ വന്ന് കാണുകയും എനിക്ക് അത്രയും സന്തോഷം. അല്ലാത്ത ആൾക്കാർ, എന്നെ അറിയാത്തവർ, കരീഷ്മ എൻ്റെ മാനേജർ, അവൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. എൻ്റെ മാനേജറായ കരീഷ്മയുടെ നമ്പർ, ഈ ഒഫീഷ്യലായിട്ടുള്ള നമ്പർ എൻ്റെ പേജിൻ്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ അവളെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ അസുഖം ബ്രസ്റ്റിൽ മാത്രമല്ല, കശം, ഹാർട്ട്, മസിൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. സോ അതിനുള്ള ചികിത്സയൊക്കെ നല്ല പൈസയാകും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കിടപ്പുണ്ട്, ഞാനൊന്നും ഇടുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലുമായിട്ട് എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും തരുന്നത് തന്നെ എനിക്ക് ആ ഒരു പൈസയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. കാരണം എനിക്ക് ഇപ്പം ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പൈസ ഉണ്ടെങ്കിലേ എനിക്ക് തുടർ ചികിത്സകളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. നല്ല പൈസ ആവും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതായിട്ട് നമുക്കത് തികയോന്ന് അറിയില്ല, ഉറക്കം വരുന്നു. അപ്പോൾ ഒരുപാട് സ്നേഹമുള്ള ആളുകൾ എന്നെ കാണാൻ വന്നു. എനിക്കതിൽ ഒരു ദൂരെ നിന്ന് രേണു ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഒന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം, അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഒരാൾ വന്നാൽ ഒരാൾ വന്നില്ല, അവരുടെ പേര് പറഞ്ഞില്ലെന്ന് പറയും. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട എൻ്റെ മാനേജറൊക്കെ വന്നു, എൻ്റെ കരിഷ്മയൊക്കെ വന്നു, അത് മാത്രം പറയാമല്ലോ. ബാക്കി ഒരുപാട് പേര് നല്ല ആൾക്കാർ വന്നു, എന്നെ സ്നേഹിക്കുന്നവർ വന്നു. പക്ഷെ അതൊന്നും പറയുന്നില്ല, കാരണം ഒരാളുടെ പേര് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞില്ലെന്ന് പറയാം. അതുകൊണ്ടാണ് ഒരുപാട് പേര് വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നെ ഇത്രത്തോളം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, കരുതുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പം. എൻ്റെ ജീവിതത്തിലെ പ്രയാസഘട്ടത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരുപാട് പേരെന്നെ ചേർത്ത് നിർത്താൻ ആളുകളുണ്ട്.
രോഗികളായാലും കൂടെ നിൽക്കുന്നവരായാലും ഒക്കെ. ഇപ്പം എൻ്റെ എങ്ങനെ പറയണോ എന്നറിയത്തില്ല നന്ദി. ഒരുപാട് പേര് വിളിച്ച് എന്നെ ചോദിക്കുന്നുണ്ട്, സഹായിക്കുന്ന മീൻസ് സ്നേഹിതരായിട്ടും ഒക്കെ അവരുള്ള പോലെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വെച്ച് തന്നിട്ട് മരുന്ന് മേടിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. പക്ഷേ ഞാൻ എങ്ങും പിരിവ് നടത്താൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സമ്മതത്തോടു കൂടിയോ അറിവോടു കൂടിയോ അല്ല എന്ന് പറയാനാണ് ഞാൻ അർജൻറ്റായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ മറ്റൊന്നും എനിക്ക് പറയാറില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ധൈര്യം നൽകാൻ നിങ്ങൾ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പിക്ക് ലൈനിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മൂടിയിട്ടേക്കുവാണ്, ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ നമ്മൾ പറയുന്ന പോലെ മെഡിക്കൽ കോളേജ് ചിലവില്ലെന്നൊന്നും പറയില്ല, നല്ല ചിലവുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗികളായിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടുകാർക്കും അവരുടെ വീട്ടുകാർക്കും അവർക്കൊക്കെ അറിയാം നല്ല ചിലവുണ്ട്. വെറുതെ ഒന്നും മെഡിസിൻസ് കാര്യങ്ങളും അതുപോലെ ട്യൂബും കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് പൈസ വേണം. അപ്പോൾ നിങ്ങൾ കൂടുതലും എൻ്റെ സബ്സ്ക്രിപ്ഷനും അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ പഴയ പോലെ തന്നെ മിടുക്കി കുട്ടിയായിട്ട് ഓടി നടക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങളെന്നെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം നിങ്ങളെന്നെ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഇങ്ങനെയൊന്നുള്ള അസുഖം ആർക്കും വരാതിരിക്കട്ടെ. കാരണം ഞാൻ ഒരുപാട് പേരുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത്ര നല്ലൊരു സുഖകരമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല ഈ ഒരു അസുഖം. ഓക്കെ, എത്രയും പെട്ടെന്ന് ഭേദമായി തിരിച്ചു വരട്ടെ. നെഗറ്റീവ് കമൻസ് എന്ന് ഞാൻ പറയത്തില്ല. ഈ RIP എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നത് വളരെ മോശമാണ്. ഒരാൾക്കൊരു അസുഖം വരുമ്പോൾ ഓക്കെ, നമുക്കൊരാളുടെ അടുത്ത് ഹെയ്റ്റ് ഉണ്ടാവുക, വെറുപ്പുണ്ടാവുക, അല്ലെങ്കിൽ ഒരാളെ വിമർശിക്കുക, ഒരാളെ ഇഷ്ടമില്ലാത്തതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരാൾക്കൊരു വേസ്റ്റ് സിറ്റുവേഷൻ, അത് ശത്രുക്കൾക്കായാൽ പോലും വേസ്റ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എന്തു പറയാൻ, അവർ ചെയ്തത് തെറ്റുകളെല്ലാം അവിടെ ശരിയായി മാറുകയല്ല ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും രേണു ചെയ്ത പ്രവൃത്തികളോ അല്ലെങ്കിൽ രേണു മുന്നേറ്റിട്ടുള്ള വീഡിയോസ് എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ വാദിക്കത്തില്ല. ഓക്കെ, അത് ഞാൻ ആ ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ആരും ഇടരുത്. കാരണം പൊതുസമൂഹത്തിലോട്ട് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ വിമർശിച്ചത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ രേണുവിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തി നശിച്ചു പോകണമെന്നോ അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് നല്ലതായെന്നോ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം ഇന്ന് രേണു എന്നെങ്കിൽ നാളെ നീയോ ഞാനോ ഒക്കെ ആയിരിക്കാം. അസുഖങ്ങളും അപകടങ്ങളും ഒക്കെ വരുന്നത് വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് 2020 ഒരു അപകടം പറ്റിയതാണ്. ഇപ്പം എനിക്കറിയാം. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബിലോട്ടൊക്കെ വരുന്നത്. ഓക്കെ, അപകടങ്ങളും അസുഖങ്ങളും ഒക്കെ നമുക്ക് എപ്പോഴെന്നില്ലാതെ വരാം. അത് എപ്പോഴെന്നില്ലാതെ സംഭവിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഇരിക്കുന്ന നിമിഷത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴഞ്ഞങ്ങ് വിഴുന്ന് തീർന്നേക്കാം ഈ ജന്മം അല്ലെങ്കിൽ ഈ ജീവിതം. അതുകൊണ്ട് ഒരാൾക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ അയാളെ വളരെ മോശമായിട്ട് പറയുന്നത് മോശമാണ്. ഇപ്പോൾ ഈ സിബി ചിരിക്കുടുക്കരെടുത്താണ് എനിക്ക് പറയാനുള്ളത്. മറ്റേ തന്തയില്ലാത്ത വർത്തമാനമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സീരിയസ്ലി പറയാമല്ലോ, വളരെ മോശമാണ്. ഇത്തരം പോസ്റ്റുകൾ ഇടാതിരിക്കുക. നമുക്കൊരാളുടെ തെറ്റ് കാണുമ്പോൾ വിമർശിക്കുന്നത് പോലെ, ഒരാളെ നമ്മൾ കളിയാക്കി ട്രോള് ചെയ്യുന്നത് പോലെയൊന്നും അല്ല ഒരാളുടെ വേസ്റ്റ് സിറ്റുവേഷൻ എടുത്തു വെച്ചിട്ട് നമ്മൾ ഇമാതിരി കമൻ്റ് ഇടുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നത്. ഓക്കെ, പച്ചക്കറിയാണ് വായിൽ പെട്ടെന്ന് വന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു 10-30 പേരിൽ മേളിൽ എനിക്ക് ആൾക്കാർ ഈ സാധനം അയച്ചു തന്നിട്ട് അതിൽ ഒന്ന് റിയാക്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാ, പറയുകയാണെങ്കിൽ പച്ചത്തെറി വിളിക്കേണ്ടി വരും ഇവനെ പോലെ ഉള്ളവന്മാർ അല്ലേ, അതേ പറ്റത്തുള്ളൂ. പിന്നെ രേണുവിന് ഇങ്ങനെ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ ആയ സമയത്ത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി തിരിച്ച് രേണുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു സമയത്ത് അനുഭവിച്ചിട്ടുള്ള മെൻ്റൽ സിറ്റുവേഷനൊക്കെ എനിക്ക് നല്ലോണം അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം വസ്തു കൊടുത്തതിൻ്റെ പേരിൽ അങ്ങനെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ രേണുവിന് ഇങ്ങനെ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ വന്നപ്പം അദ്ദേഹം അടക്കം അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ആ കുടുംബത്തോടൊപ്പം ഒത്തു നിൽക്കുന്നു. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ആ മനുഷ്യത്വം കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും, ഓ നീ കണ്ടന്റിന് വേണ്ടിയിട്ട് ചുമ്മാ അതാണ് ഇതാണ്. ഇവിടെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് എനിക്ക് 100 കണ്ടന്റ് കിടക്കുന്നു. ഓക്കെ, 100 കണ്ടന്റ് കിടക്കുന്നു. എനിക്കെല്ലാം കൂടി ചെയ്യാനുള്ള സമയമില്ല. തിരക്ക്, അത് ഇത്, ഇടയിൽ കൂടി കണ്ടന്റ്, രാത്രി ഒക്കെയാണ് ഇരുന്ന് കണ്ടന്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, 2 മണിക്കും 3 മണിക്കും ഒക്കെ.
അപ്പോൾ കണ്ടന്റ് മാത്രമാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ എനിക്കത് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ബിഷപ്പ് അടക്കം എല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം പുറത്തുകൊണ്ട് രേണു ഇങ്ങനെ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം അടക്കം ആ വീട്ടിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, കൂടെ നിൽക്കുന്നു, ഒപ്പം നിൽക്കുന്നു. അതാണ് മനുഷ്യപ്പറ്റ്, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം. ഒരാൾക്ക് ഒരു വേസ്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എല്ലാം മറക്കും, അയാൾ എങ്ങനെയെങ്കിലും ജീവിതത്തിലിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കും. എന്ന് വെച്ചിട്ട് രേണു ഈ മെമ്പർഷിപ്പ് ചെയ്യണമെന്നോ സബ്സ്ക്രിപ്ഷൻ ചെയ്യണമെന്നോ എന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊന്നും ഇപ്പോഴും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. കാരണം നമ്മൾ പൊതുസമൂഹത്തിലോട്ട് കൊടുക്കുന്ന മെസ്സേജ് കുറച്ച് നല്ലതായിരിക്കും. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ തെറ്റുകളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വേസ്റ്റായിട്ട് ഉള്ള വീഡിയോസ് ഇടുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അതിൻ്റെ റീസൺ കൊച്ചു കുട്ടികളടക്കം കണ്ട് വളർന്നു വരുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് അതൊക്കെ ആൾക്കാർ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബിഷപ്പ് അദ്ദേഹം വന്നിട്ട് പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങേര് ഒരു സമയത്ത് വസ്തു കൊടുത്തു, എന്നിട്ട് അതിനുശേഷം അങ്ങോട്ടൊക്കെ ഫൈറ്റ് നടന്നിട്ടുണ്ട്. ബിഷപ്പാൻ വന്ന് രേണു അദ്ദേഹത്തെ വിളിക്കുന്നു അങ്ങനെ. പക്ഷെ അദ്ദേഹം എല്ലാം മറന്ന്, രേണുവിന് ഇങ്ങനെ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് വെറുപ്പുള്ള ഒരാൾക്ക് ഒരു അസുഖം വന്ന് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ അവൻ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൂപ്പർ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ് അടിച്ച് പബ്ലിക്കിൽ പോസ്റ്റ് ഇടുന്നതല്ല അന്തസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഞാൻ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നുള്ളൂ. കാരണം എനിക്കെന്തോ ഒരു വിഷമമുണ്ട് രേണുവിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിലുള്ള ഒരു വിഷമം. എന്തായാലും ആർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ. ഇനി ഞാൻ രേണുവിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കും, കാരണം മാക്സിമം ഞാൻ ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഇത് ഇത്തിരി തന്തയില്ലായ്മ പോലെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അത് വളരെ മോശമാണ്. കാരണം നിന്റെ വീട്ടിലോ നിനക്കോ നാളെ ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ ഇത് തന്നെ പറയൂ, സിബി ചിരിക്കൊടുക്കുക. അതുകൊണ്ട് അത് തന്തയില്ലായ്മ തന്നെ പറയേണ്ടി വരും. അല്ലാണ്ട് രേണുവിൻ്റെ തെറ്റുകൾ വിമർശിച്ചതുപോലെ അല്ലെങ്കിൽ രേണു ചെയ്ത പ്രവൃത്തികളോട് ഇഷ്ടപ്പെടാതെ വിമർശിച്ചതുപോലെ അല്ല. ഒരാൾക്കൊരു പോസിറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ അയാളെ എടുത്തു വെച്ചിട്ട് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിനക്ക് ഇത് തന്നെ വരണം, നീ ചത്തു പോകണം എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങൾ അത് വളരെ വേസ്റ്റാണ്, വളരെ മോശമാണ്. എനിക്കത് പറയണമെന്ന് തോന്നി. ഓക്കെ, എന്തായാലും മാക്സിമം ഞാൻ രേണുവിൻ്റെ വീഡിയോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. എനിക്കൊരു താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ മനസ്സിൽ കിടന്ന് കുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ അയച്ചു വന്നിട്ട് പറയുന്നുണ്ട് അതിൽ നീ ഇതൊന്ന് ചെയ്യ്, ഇത് നിന്റെ അഭിപ്രായം ഒന്ന് പറ, വീഡിയോ ചെയ്യും. ഞാൻ അപ്പോൾ പേഴ്സണലി വോയിസ് അയച്ച് ഓക്കെ അത് തെറ്റത്തന്നെയാണ്, ഇല്ലടാ നീ വീഡിയോയിൽ പറ, വീഡിയോ ചെയ്യും, അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഇതുപോലത്തെ നാറികളെയൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്ത് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാനൊന്ന് സംസാരിച്ചത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.